ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാഗുരുവിൻ്റെ മഹാസമാധി സമാഗതമാകുകയാണ്. സെപ്റ്റംബർ 21 ആണ് ഗുരുവിൻ്റെ സമാധി ദിനം. എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും ഗുരുവിൻ്റെ സമാധി ദിനം വളരെ ഭംഗിയായി ആചരിക്കാറുണ്ട്. അപ്പം നമ്മളും പലപ്പോഴും ഗുരുവിൻ്റെ സമാധിയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോഴും ധാരാളം പേർക്ക് ഈ സമാധി ദിനം എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അത് ആചരിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ, നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ആത്മസാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുന്ന ആളുകൾക്ക് സമാധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും നമ്മളുടെ സാധാരണ ആളുകൾ ഈ ശരീരം വിട്ടു പോകുമ്പോൾ അതിനെ മരണമെന്നാണ് പറയുന്നത്. മരിച്ചു പോവുകയാണ്. അതോടുകൂടി ഒരുപാട് നഷ്ടങ്ങൾ ഉള്ളതായിട്ട് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും ജീവിച്ചിരിക്കുന്നവർക്ക് അറിയില്ല. അത് സൂക്ഷ്മമായിട്ടുള്ള തലമാണ്. ആ തലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ രീതിയിലുള്ള സിദ്ധി വിശേഷങ്ങളുള്ള ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് സാധിക്കുന്ന കാര്യമാണ്. മരണത്തോടു കൂടി എല്ലാം തീർന്നു പോകുന്നു എന്നുള്ള ആ മിഥ്യയായ അറിവിനെ നമ്മൾ മാറ്റി ശരിക്കും അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഒരു കൂട്ടർ മരിച്ചു പോകുന്നു എന്നും വേറൊരു കൂട്ടർ സമാധിയാകുന്നു എന്നും പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടണം. ഒന്ന്, നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ച്, കർമ്മത്തിൻ്റെ ശക്തി അനുസരിച്ച് നമ്മൾ അതിന് വഴിപ്പെട്ടു പോകുന്നു. മറ്റേത് യോഗ അനുഷ്ഠാനങ്ങളിലൂടെ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനത്തിലൂടെ പരിപൂർണമായിട്ടും പ്രാണനെ, മനസ്സിനെ നിയന്ത്രിച്ച് ആ പരമ്പൊരുളിൽ ലയിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ പരമ്പൊരുളായിട്ട് മാറുന്നു. രണ്ടെന്നുള്ള ഭാവം മാറി ഒന്നാണ് എന്നുള്ള ആ ഒരു അറിവിലേക്ക് മാറുന്നതാണ്. ഇപ്പം ശരീരം വിട്ടുപോകുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ആധ്യാത്മികമായിട്ട് പോകുന്ന സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ ഒരു പരിമിതി കൂടി ഇല്ലാതാക്കി. കാരണം ശരീരം എന്നുള്ള, മനസ്സെന്നുള്ള, ബുദ്ധി എന്നുള്ള കുറേ പരിമിതികളുണ്ട്. അതിനെ വിട്ട് ശുദ്ധമായിട്ടുള്ള ആ ചൈതന്യം മാത്രമാണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ലയിപ്പിക്കുകയാണ്. ഇപ്പോൾ ശരീരമുള്ളപ്പോഴും അവർക്ക് ഈ ബോധ്യം, ഈ സാക്ഷാത്കാരം ഉണ്ട് എങ്കിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശരീരവും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പരിമിതികൾ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഗുരുവിൻ്റെ സമാധി നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്നത് ആ ദിവസം പരിപൂർണമായിട്ട് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലുകയും അതൊരു യജ്ഞമായിട്ട് 3:30 വരെ നമ്മൾ എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഗുരുവിൻ്റെ കൃതികളുടെ പാരായണം
ഗുരുവിൻ്റെ കംപ്ലീറ്റ് കൃതികളും നമുക്ക് പാരായണം ചെയ്യാം. അതേപോലെ തന്നെ ആ മഹാഗുരുവിൻ്റെ മൂലമന്ത്രം നമുക്ക് ജപിക്കുകയും ചെയ്യാം. അപ്പം നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന എത്രയോ ജന്മജന്മാന്തരങ്ങളായി വരുന്ന ഈ വാസനകളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കൂടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഗുരുക്കന്മാരുടെ സമാധി എപ്പോഴും ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക്, അനുയായികൾക്ക് ഒക്കെ ഈ രീതിയിലൊരു മാതൃകയാക്കി മാറ്റാനായിട്ട് സാധിക്കണം. പലപ്പോഴും അവരുടെ പേരിൽ വലിയ അന്നദാനവും ഒക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാപിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെ അവനവൻ്റെ ഓരോരുത്തരുടെയും ആധ്യാത്മികമായിട്ടുള്ള വികാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മൾ ഗുരുവിൻ്റെ മഹാസമാധിയെ നമ്മൾക്ക് കാണുവാൻ ഉണ്ട് എങ്കിൽ അവിടെ നമുക്കിപ്പോൾ ഒരു കൃതകൃത്യത നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒരു അടുക്കും ചിട്ടയോടും കൂടി ഓരോ ശാഖകളിലും മന്ദിരങ്ങളിലും സംഘടനകളിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ ഊർജം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.